ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. ഇന്ന് എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിയും കൂടിയാണ്. അപ്പോൾ അതിൻ്റെ പരിപാടികളും ഈ നോമ്പിൻ്റെ ടൈമിൽ തന്നെയാണ് കേട്ടോ വെഡ്ഡിങ് ആനിവേഴ്സറി വരുന്നത്. അപ്പോൾ നമ്മൾ വേഗം കിച്ചണിലൊക്കെ കയറി പഴംപൊരിക്കുള്ള മാവൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തു കേട്ടോ. അപ്പോൾ അതിന് ശേഷം പിന്നെ നമ്മൾ ഉള്ളി ബജിക്ക് വേണ്ടിയിട്ട് സബോള, ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും നമ്മുടെ കടലമാവും ഉപ്പും മുളക് പൊടിയും ഒക്കെ ഇട്ടിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ച് നേരം അവിടെ നിന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചു കേട്ടോ. പിന്നെ അതിന് ശേഷം പിന്നെ നമ്മൾ ഇന്ന് ഒരു സ്പെഷ്യൽ തന്നെ ദിവസം തന്നെ അല്ലേ, ഇപ്പം നമുക്ക് സ്പെഷ്യൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് നമുക്കൊന്ന് ദം ബിരിയാണി ഉണ്ടാക്കാമെന്നാട്ടോ വിചാരിക്കണത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ അരിയൊക്കെ ഒന്ന് അളന്നിട്ട് കൊടുത്തു കേട്ടോ. അതൊക്കെ അളന്നിട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മളതൊക്കെ ഒന്ന് കഴുകിയെടുത്തു. അപ്പം അങ്ങനെ കഴുകി എടുത്തിട്ട് പിന്നെ നമ്മളത് കുറച്ച് നേരം നമ്മളൊന്ന് വെള്ളത്തിലൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെച്ചു കേട്ടോ. പിന്നെ നമ്മളതൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മളത് എടുക്കുകയുള്ളൂ കേട്ടോ. പിന്നെ അതിന് ശേഷം പിന്നെ നമ്മൾ കറിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചിക്കന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ സബോളയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തു. അതുപോലെ സബോള അരിയുമ്പോൾ കണ്ണിന്ന് വെള്ളം വരുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് വരണം കേട്ടോ. എനിക്ക് എപ്പോഴും ഇങ്ങനെ സബോളയൊക്കെ നേരാക്കുന്ന ടൈമിൽ നന്നായിട്ട് കണ്ണ് നീറും, നന്നായിട്ട് വെള്ളമൊക്കെ വരും. പിന്നെ നമ്മൾ തക്കാളി കറിക്ക് വേണ്ടിയിട്ട് തക്കാളിയൊക്കെ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു കേട്ടോ. അതൊക്കെ നന്നായിട്ട് കട്ട് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ കറിക്ക് വേണ്ടിയിട്ടുള്ള സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ വേഗം നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ച് സബോളയൊക്കെ ഒന്ന് വഴറ്റി കൊടുത്തു കേട്ടോ. അതൊക്കെ ഒന്ന് വാടി വന്നതിന് ശേഷം നമ്മൾ അതൊക്കെ ഒന്ന് കോരി വെച്ചു കേട്ടോ. പിന്നെ നമുക്ക് ആ എണ്ണയിൽ തന്നെ നമുക്ക് നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. അപ്പോൾ ആ എണ്ണയിൽ തന്നെ നമ്മൾ തക്കാളിയൊക്കെ ഇട്ട് കൊടുത്ത് അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് ആയി വരട്ടെ കേട്ടോ. നല്ല പേസ്റ്റ് രൂപത്തിലായി വരണം. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിത് ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മൾ അരിയൊക്കെ ഒന്ന് വെള്ളത്തിൽ നിന്നൊന്ന് വാരി വെച്ചു കേട്ടോ. അപ്പം അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോട്ടെ. പിന്നെ നമ്മൾ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിന്ന് കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ നെയ്യൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് കറിവേപ്പട്ടയും നമ്മുടെ ഏലക്കായും കറിയാമ്പും ഒക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ സബോള നമ്മൾ അരിഞ്ഞ ശേഷം അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തു കേട്ടോ. പിന്നെ അതൊക്കെ നന്നായിട്ടൊന്ന് ഒരുവിധം ഒരു ബ്രൗൺ കളറൊക്കെ ആവുന്ന ടൈമിൽ നമുക്ക് ഇനി അതിലേക്ക് നമ്മുടെ കുതിർത്തി വെച്ച അരി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ആ അരിയിലത്തെ വെള്ളം ഒന്ന് വറ്റണ വരെ നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിലത്തെ വെള്ളം ഉണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകും. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുത്തു. പിന്നെ അതിന് ശേഷം നമ്മൾ അളന്നിട്ട് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ അത് നമ്മൾ അടച്ചു വെച്ചു. പിന്നെ നമുക്ക് നമ്മുടെ അങ്ങനെ കുക്കറൊക്കെ ഒന്ന് വിസിൽ വന്നിട്ട് അപ്പോൾ നമ്മുടെ റൈസൊക്കെ സെറ്റായി. പിന്നെ അതിന് ശേഷം നമ്മുടെ സബോളയൊക്കെ നമ്മൾ വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ ചിക്കനിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ നമ്മുടെ അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചു. അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ നന്നായിട്ടൊന്ന് മസാല പുരട്ടി കേട്ടോ. മസാല പുരട്ടി വെച്ചിട്ട് പിന്നെ നമ്മളങ്ങനെ നമ്മുടെ മുന്നേ നമ്മൾ റെഡിയാക്കി വെച്ച് നമ്മുടെ തക്കാളിയിലേക്ക് നമ്മൾ അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയായി വന്നതിന് ശേഷം കുറച്ച് നേരം മസാലയൊക്കെ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ട് കുറച്ച് നേരം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഈ ഒരു രീതിയിൽ വെക്കുന്ന നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ തക്കാളിയിലേക്ക് നമ്മളതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വെള്ളമൊന്നും ഇല്ലാതെ നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഒന്ന് നല്ല ഡ്രൈ രൂപത്തിലായിട്ട് നമ്മൾ എടുക്കണം കേട്ടോ. അപ്പോൾ ചിക്കൻ അവിടെ കിടന്നാവട്ടെ. അപ്പോൾ അതിന് ശേഷം വേഗം ഞാൻ ചട്ടിയിൽ എണ്ണയൊക്കെ ഒഴിച്ച് ഒന്ന് പഴംപൊരിയൊക്കെ ഒന്ന് ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ പഴംപൊരിക്കുള്ളതൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് മൊരിമൊരാന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല മൊരിമൊരാന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം പിന്നെ നമ്മൾ അത് കോരിയെടുത്തതിന് ശേഷം ആ എണ്ണയിൽ തന്നെ നമ്മൾ ഉള്ളി ബജിക്കുള്ളതൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ അതൊക്കെ തന്നെ ഇട്ട് കൊടുക്കണതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ ചിക്കൻ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയായി സെറ്റാക്കി. പിന്നെ അതിന് ശേഷം നമ്മുടെ കുക്കറൊക്കെ തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ റൈസൊക്കെ റെഡിയായി വന്നു. പിന്നെ നമ്മളത് ദമ്മിടാൻ വേണ്ടിയിട്ടൊക്കെ സെറ്റാക്കി കേട്ടോ. അങ്ങനെ ഓരോ ലെയർ നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ലാസ്റ്റത്തെ ലെയർ ഇട്ട് കൊടുത്തിട്ട് നമ്മളതിലേക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും നമ്മുടെ മല്ലിയിലൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോഴത്തേക്കും വാങ്ങി കൊടുക്കാനായി ടേബിളിലൊക്കെ സെറ്റാക്കി വെച്ചിട്ട് അങ്ങനെ നോമ്പ് തുറന്നു. അപ്പോൾ നമ്മുടെ ആനിവേഴ്സറി സ്പെഷ്യൽ ബിരിയാണിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒക്കെ ഒന്ന് കഴിച്ച് നോക്കട്ടെ. അപ്പോൾ നമ്മൾ കഴിച്ചൊക്കെ നോക്കി സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ അതിന് ശേഷം വേറെ ഒരു ചടങ്ങും കൂടി ഉണ്ടല്ലോ, ആനിവേഴ്സറി ഒക്കെ അല്ലേ. ഇപ്പോൾ നമുക്കൊരു കേക്ക് കട്ടിങ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മുടെ സിസ്റ്ററാണ് കേട്ടോ അറേഞ്ച് ചെയ്തത്, കേക്ക് ഓർഡർ ആക്കിയതൊക്കെ. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ മക്കളുടെ ഒരു സന്തോഷം കൂടിയല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടു. പിന്നെ ആ ടൈമിൽ മൂത്ത മോളെ എനിക്കൊരു ഗിഫ്റ്റൊക്കെ അവൾ ക്ലാസ്സൊക്കെ വിട്ട് വന്നിട്ട് ഒരു ഗിഫ്റ്റൊക്കെ സെറ്റാക്കി തന്നിട്ടുണ്ട് കേട്ടോ. അവളുടേതായ രീതിയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ടു ദ ബെസ്റ്റ് പാരൻസ് ഇൻ ദ വേൾഡ് എന്നൊക്കെ പറഞ്ഞിട്ട്
അപ്പോൾ അതൊക്കെ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അടുത്ത വീഡിയോയുമായി വരാം. ബൈ.